ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ബ്രിക്ക് എന്ന ചാപ്റ്റർ തുടങ്ങി. ബ്രിക്ക് എന്ന ചാപ്റ്ററിലെ ഇൻഗ്രീഡിയൻസ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് പഠിച്ചു. ദെൻ ഹാൻഡ്ഫുൾ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്ക് പഠിച്ചു. ദെൻ ബ്രിക്കിൻ്റെ സൈസ് പഠിച്ചു. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് മാനുഫാക്ചർ ഓഫ് ബ്രിക്ക് എന്ന പോർഷനാണ്. മാനുഫാക്ചർ ഓഫ് ബ്രിക്ക്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക്, ദെൻ കുറച്ച് ടൈപ്സ് ഓഫ് ബ്രിക്ക്. ഇത്രയും കൂടെ ആകുമ്പോൾ ഈ ബ്രിക്ക് എന്ന ചാപ്റ്റർ തീരും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മളാദ്യം നോക്കുന്നത് മാനുഫാക്ചർ ഓഫ് ബ്രിക്കാണ് നോക്കുന്നത്. അതായത് മാനുഫാക്ചർ ഓഫ് ബ്രിക്കിങ്ങിൽ പ്രധാനമായിട്ടും 4 പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, മാനുഫാക്ചർ ഓഫ് ബ്രിക്കിങ്ങിൽ പ്രധാനമായിട്ടും 4 പ്രോസസ്സ് ഉണ്ട്. ആദ്യത്തത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ദെൻ ഈ പ്രിപ്പയർ ചെയ്ത ക്ലേനെ മൗൾഡിങ് ചെയ്യും. ദെൻ ഈ മൗൾഡിങ് ചെയ്തിട്ട് അതിനെ ഡ്രൈ ചെയ്യും. ദെൻ ലാസ്റ്റ് ബേൺ ചെയ്യും. ഡ്രൈയിങ് ചെയ്തതിന് ശേഷമാണ് ബേണിങ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർക്കുക. അപ്പോൾ നമുക്കിതിനെ ഓരോന്നിനെയും പറ്റി പഠിക്കാം. ഓക്കെ, ആദ്യത്തേതാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഈ പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ നമുക്ക് 6 സ്റ്റേജ് ഉണ്ട്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ 6 സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ കിടക്കുന്ന സോയിൽ എന്ന് കരുതിക്കോ. ഇതാണ് ഗ്രൗണ്ട് ലെവലിൽ കിടക്കുന്ന സോയിൽ. ഇതിൽ നിന്ന് ഒരു 20 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള മണ്ണിനെ നമ്മൾ മാറ്റും. ഓക്കെ, 20 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള മണ്ണിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് അൺസോയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ഡെപ്തിൽ ഉള്ള മണ്ണിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് അൺസോയിലിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ അൺസോയിലിംഗ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ മണ്ണ് കുഴിച്ചെടുക്കും. ഈ മണ്ണ് കുഴിച്ചെടുത്തിട്ട് നമ്മൾ കൂമ്പാരം പോലെ കൂട്ടിയിടും. അതായത് ഹീപ്പിന് ക്രിയേറ്റിംഗ്. ഓക്കെ, ഈ ഹീപ്പ് പോലെയാണ് മണ്ണ് ഇടുന്നത്. then ഈ ഹീപ്പിൻ്റെ ഹൈറ്റാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഇതിൻ്റെ ഹീപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.6 to 1.2 മീറ്ററാണ്. ഓക്കെ, ഹീപ്പിൻ്റെ ഹൈറ്റ് 0.6 to 1.2 മീറ്ററാണ്. ഇങ്ങനെ മണ്ണിനെ നമ്മൾ ഡഗ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ഡിഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്ഗിങ് എന്ന് പറയുന്നത് ദ സോയിൽ ഈസ് ഡഗ്ഡ് ഔട്ട് ഫ്രം ദ ഗ്രൗണ്ട് ക്രിയേറ്റിംഗ് ഹീപ്പ് ഓഫ് ഹൈറ്റ് 0.6 to 1.2 മീറ്റർ. ഓക്കെ, അങ്ങനെ നമുക്ക് ബ്രിക്കിന് ആവശ്യമായ ക്ലേ നമ്മൾ കുഴിച്ചെടുത്തു. ഇനി ആ ക്ലേയിൽ കുറേ പെബിൾസും കുറേ മരത്തിൻ്റെ ഇലകളും അതൊക്കെ കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനടുത്ത് ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോസസ്സാണ് ക്ലീനിങ്. ഓക്കെ, ക്ലീനിങ്, റിമൂവൽ ഓഫ് പെബിൾസ്, വെജിറ്റേഷൻ കവർ എക്സെട്ര, അതിലുള്ള വേസ്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യും. ആ പ്രോസസ്സാണ് ക്ലീനിങ്. ഓക്കെ, ദെൻ അടുത്ത പ്രോസസ്സാണ് വെതറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതേപോലെ കുഴിച്ചെടുക്കും എന്ന് പറഞ്ഞു. നമ്മൾ ബ്രിക്കിന് ആവശ്യമായ ക്ലേ നമ്മൾ കുഴിച്ചെടുക്കും. ഇത് എല്ലാ ക്ലേയും ചിലപ്പോൾ ഒരു സ്ഥലത്തു നിന്നായിരിക്കത്തില്ല കുഴിച്ചെടുക്കുന്നത്, പല സ്ഥലത്തുള്ള ക്ലേ ആയിരിക്കും. സോ പല സ്ഥലത്തുള്ള ക്ലേ ആയതുകൊണ്ട് ആ എല്ലാ ക്ലേയുടെയും മോയ്സ്ചർ കണ്ടൻറ്റ് സെയിം ആയിരിക്കത്തില്ല. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് സെയിം ആക്കണം, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് യൂണിഫോം ആക്കണം. അതിനാണ് നമ്മൾ വെതറിങ് ചെയ്യുന്നത്. ഓക്കെ, ഈ വെതറിങ് നമ്മൾ മൺസൂൺ സീസണിലാണ് ചെയ്യുന്നത്. വെതറിങ് എപ്പോഴാണ് ചെയ്യുന്നത്? മൺസൂൺ സീസണിലാണ് ചെയ്യുന്നത്. യൂണിഫോം ലെയർ തിക്നെസ് ഈസ് മെയിൻറ്റെയിൻഡ്. അതായത് ബ്രിക്കിനെ നമ്മൾ കറക്റ്റ് യൂണിഫോം മോയ്സ്ചർ കണ്ടൻറ്റ് ആക്കുമ്പോഴത്തേക്കും മോയ്സ്ചർ കണ്ടൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിഗ് ചെയ്ത് അല്ലെങ്കിൽ ഹീപ്പായിട്ട് കിടക്കില്ലേ മണ്ണിന്, അതിന് നമ്മൾ അതായത് നിരത്തിയിട്ടതിന് ശേഷമാണ് ഈ വെതറിങ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ആഫ്റ്റർ വെതറിങ്ങിന് ശേഷം ഈ സോയിൽ സോഫ്റ്റ് ആവും. ഓക്കെ, വെതറിങ്ങിന് ശേഷം സോയിൽ സോഫ്റ്റ് ആവും. ഓക്കെ, ദെൻ അടുത്ത പ്രോസസ്സാണ് ബ്ലെൻഡിങ്. അപ്പോൾ അൺസോയിലിംഗ് കഴിഞ്ഞ് 20 സെൻറ്റിമീറ്റർ ഡെപ്തിൽ നമ്മൾ മണ്ണ് മാറ്റി, ദെൻ നമുക്ക് ആവശ്യമായ സോയിലിനെ നമ്മൾ ഡഗ് ചെയ്തെടുത്തു. ആ ഡഗ് ചെയ്തെടുത്ത സോയിലിനെ നമ്മൾ ക്ലീൻ ചെയ്തു. ദെൻ മോയ്സ്ചർ കണ്ടൻറ്റ് സെയിം ആക്കാൻ വേണ്ടി മൺസൂൺ സീസണിലാണ് നമ്മൾ വെതറിങ് ചെയ്യുന്നത്. ദെൻ അടുത്ത പ്രോസസ്സാണ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ബ്രിക്കിലിപ്പം ഇൻഗ്രീഡിയൻസിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അതിനെ ഒരു പേര് പറയും ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ക്ലേ. ഓക്കെ, ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ക്ലേ എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ്. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ആർ ആഡഡ് ദ സോയിൽ വെൽ മിക്സഡ്. ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ. ഓക്കെ, അപ്സൈഡ് ഡൗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്സൈഡ് ഡൗൺ. അതായത് താഴെ നിന്ന് നമ്മളിപ്പം കോൺക്രീറ്റ് ഒക്കെ കുഴയ്ക്കുന്നത് കണ്ടിട്ടുള്ളവരുണ്ടാകും. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചിങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെയാണ് ഈ ക്ലേ നമ്മൾ മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ക്ലേ. ദെൻ അടുത്ത് ബ്ലെൻഡ് ചെയ്തു ക്ലേനെ നമ്മൾ. ദെൻ അടുത്ത പ്രോസസ്സ് വാട്ടർ ആഡ് ചെയ്യണം. ഈ വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്
ടെമ്പറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സോയിൽ ഈസ് ബ്രോട്ട് ടു ദ പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ബൈ ആഡിങ് വാട്ടറിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. ഈ ടെമ്പറിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നീഡിങ് ഉണ്ട്, പഗ്ഗിങ് ഉണ്ടടാ. നീഡിങ് ഉണ്ട്, പഗ്ഗിങ് ഉണ്ട്. നീഡിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ മനുഷ്യൻ തന്നെ നിന്ന് ചവിട്ടി കുഴയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നീഡിങ് എന്ന് പറയുന്നത്. പ്രസ്ഡ് ഓൺ നീഡഡ് അണ്ടർ ദ ഫീറ്റ് ഓഫ് മെൻ, മനുഷ്യൻ തന്നെ നിന്ന് ചവിട്ടി കുഴയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നീഡിങ് എന്ന് പറയുന്നത്. ദെൻ പഗ്ഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഗ് മില്ല് യൂസ് ചെയ്യും. മനുഷ്യൻ നിന്ന് കുഴയ്ക്കത്തില്ല, അവിടെ നമ്മൾ പഗ് മില്ല് യൂസ് ചെയ്യും. ഈ പഗ് മില്ലാണ് ക്ലേനെ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ വേർഡ് നിങ്ങൾ സൂക്ഷിച്ച് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പഗ്ഗിങ് ആണ്. ഓക്കെ, ദെൻ മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീഡിങ് ആണ്. അതായത് ഇപ്പോൾ മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്ന് ചോദിച്ചിട്ട് അതിൽ ഓപ്ഷനിൽ ഈ നീഡിങ്, പഗ്ഗിങ്, ടെമ്പറിങ് ഈ 3 ഓപ്ഷൻ തന്നിരുന്നാൽ അതിൻ്റെ ആൻസർ നീഡിങ് ആണ്. ഓക്കെ, ദെൻ ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്ന് ചോദിച്ചിട്ട് പഗ്ഗിങ്, നീഡിങ്, ടെമ്പറിങ് തന്നിരുന്നാൽ അതിൻ്റെ ആൻസർ പഗ്ഗിങ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രൈൻഡിങ് എന്ന വേർഡ് വന്നാൽ അവിടെ പഗ്ഗിങ് ആണ് ആൻസർ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്റർ സോയിലിനെ റിമൂവ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സോയിലിനെ നമ്മൾ ഡഗ് ചെയ്തെടുത്തു. ആ ഡഗ് ചെയ്തെടുത്ത സോയിലിനെ ക്ലീൻ ചെയ്തതിന് ശേഷം മോയ്സ്ചർ കണ്ടൻറ്റ് ഒരേപോലെ യൂണിഫോം ആക്കാൻ വേണ്ടി വെതറിങ് ചെയ്തു. ദെൻ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ഹാർമോണിക്സ് മിക്സിംഗ് ഓഫ് ക്ലേ. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തു, ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വാട്ടറിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്താണെന്ന് പറഞ്ഞാൽ ടെമ്പറിങ്. 2 തരമുണ്ട്, നീഡിങ് ഉണ്ട്, പഗ്ഗിങ് ഉണ്ട്. നമ്മുടെ മനുഷ്യൻ തന്നെ ചവിട്ടി കുഴയ്ക്കുന്നതിനെ നീഡിങ് എന്നും പഗ് മില്ല് യൂസ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്നതിനെ പഗ്ഗിങ് എന്നും പറയുന്നു. ഓക്കെ, ഇതാണ് പഗ് മില്ല്. ഓക്കെ, ഇതാണ് പഗ് മില്ല്. പഗ് മില്ലിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, പഗ് മില്ലിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഓക്കെ, പഗ് മില്ലിൻ്റെ ടോട്ടൽ ഹൈറ്റ് 2 മീറ്റർ ആണ്. പഗ് മില്ലിൻ്റെ താഴെ ഉള്ള ഡയമീറ്റർ, അതായത് ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.8 മീറ്റർ ആണ്. ഓക്കെ, 0.8 മീറ്റർ ഡയാണ്. ദെൻ ഇത് മുതലുള്ള പോർഷനാണ് ഗ്രൗണ്ടിന് അടിയിലോട്ടിരിക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴ്ന്നിരിക്കുന്നത് 60 മുതൽ 80 സെൻറ്റിമീറ്റർ വരെയാണ്. ഓക്കെ, 60 മുതൽ 80 സെൻറ്റിമീറ്റർ വരെയുള്ള പോർഷനാണ് ഗ്രൗണ്ടിന് താഴോട്ടിരിക്കുന്നത്. ദെൻ അടുത്ത് പഗ് മില്ലിൻ്റെ ടോപ്പിലുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ആണ് ടോപ്പിലുള്ള ഡയമീറ്റർ. ഓക്കെ, അത്രയാണ് പഗ് മില്ലിലുള്ള കാര്യം അല്ലെങ്കിൽ ടെമ്പറിങ്ങിലുള്ള കാര്യം. ദെൻ അങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന പ്രോസസ്സ് കഴിഞ്ഞു. അങ്ങനെ ക്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? മൗൾഡ് ചെയ്യണം. ഈ ക്ലേനെ നമ്മൾ മൗൾഡ് ചെയ്യണം. മൗൾഡിംഗ് ആണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ അതിന് നമുക്ക് മൗൾഡിൻ്റെ സൈസ് പഠിക്കണം. ഈ മൗൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ സൈസ് എത്രയാണ്? 19/9/9 സെൻറ്റിമീറ്റർ ആണ്. ഈ സ്റ്റാൻഡേർഡ് ബ്രിക്ക് സൈസിൻ്റെ 8 മുതൽ 12% ഗ്രേറ്റർ ആയിരിക്കും മൗൾഡിൻ്റെ ഇന്നർ ഡയമെൻഷൻ. ഓക്കെ, ഇതാണ് ഒരു മൗൾഡ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതാണ് മൗൾഡ്. ഈ മൗൾഡിൻ്റെ ഇന്നർ ഡയമെൻഷൻ, ഓക്കെ, ഈ മൗൾഡിൻ്റെ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്കിൻ്റെ 8 മുതൽ 12% ഗ്രേറ്റർ ആയിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ 8 to 12% ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക്. ഓക്കെ, the inner dimension of mold should be greater than 8 to 12% of standard size of brick. അതാണ് മൗൾഡിങ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മൗൾഡിങ് 2 തരമുണ്ട്. ഹാൻഡ് മൗൾഡിങ് ഉണ്ട്, മെഷീൻ മൗൾഡിങ് ഉണ്ട്. ഓക്കെ, ഹാൻഡ് മൗൾഡിങ് ഉണ്ട്, മെഷീൻ മൗൾഡിങ് ഉണ്ട്. അവിടെ ഹാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് മൗൾഡും ഉണ്ട്, ടേബിൾ മൗൾഡും ഉണ്ട്. ഓക്കെ, ഹാൻഡ് മൗൾഡിൽ ഗ്രൗണ്ട് മൗൾഡും ഉണ്ട്, ടേബിൾ മൗൾഡും ഉണ്ട്. ദെൻ ഇത് ചെയ്യുന്നത്, അതായത് ഗ്രൗണ്ട് മൗൾഡും ടേബിൾ മൗൾഡും നമ്മൾ ചെയ്യുന്നത് സ്ലോപ്പ് മെത്തേഡിലും ചെയ്യും, സാൻഡ് മെത്തേഡിലും ചെയ്യും. ഓക്കെ, ഇനി ടേബിൾ മൗൾഡിൽ ടേബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2/1 മീറ്റർ ആണ് ടേബിളിൻ്റെ സൈസ്. ഓക്കെ, 2/1 മീറ്റർ. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. അടുത്ത് മെഷീൻ മൗൾഡിൽ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ ഉണ്ട്, ഡ്രൈ ക്ലേ മെഷീൻ ഉണ്ട്. ഓക്കെ, മെഷീൻ മൗൾഡിൽ 2 മെത്തേഡ് ഉണ്ട്. പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ ഉണ്ട്, ഡ്രൈ ക്ലേ മെഷീൻ ഉണ്ടടാ. നമുക്ക് പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ നമുക്ക് കിട്ടുന്നതാണ് വയർ കട്ട് ബ്രിക്ക്. ഓക്കെ, പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ നമുക്ക് കിട്ടുന്നത് വയർ കട്ട് ബ്രിക്ക്. ഡ്രൈ ക്ലേ മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രസ്ഡ് ബ്രിക്ക്. ഇത് പഠിക്കാനായിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ ഡ്രൈ ക്ലേയിൽ ഡി എടുക്കുക. ഓക്കെ, ഡ്രൈ ക്ലേയിൽ ഡിയും പ്രസ്ഡ് ബ്രിക്കിൻ്റെ പിയും എടുക്കുക. ഓക്കെ, അപ്പോൾ DP എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡ്രൈ ക്ലേ മെഷീനിൽ നിന്ന് പ്രസ്ഡ് ബ്രിക്ക് DP. ഓക്കെ, ഡ്രൈ ക്ലേ മെഷീനിൽ പ്രസ്ഡ് ബ്രിക്ക്. ഓക്കെ, ദെൻ അടുത്തൊരു വഴി, ഈ പ്ലാസ്റ്റിക്കിലെ പിയും വയർ കട്ട് ബ്രിക്കിൽ W എടുത്ത് PW ആക്കുക. ഓക്കെ,
അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. PW ഇപ്പോൾ പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ നിന്ന് വയർ കട്ട് ബ്രിക്ക്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അത്രയുള്ള അവിടുത്തെ കാര്യം. ദെൻ നമ്മൾ പറഞ്ഞു സാൻഡ് മെത്തേഡ്, അതായത് ഹാൻഡ് മൗൾഡിൽ 2 മെത്തേഡുണ്ട്. ഗ്രൗണ്ട് മൗൾഡ് മെത്തേഡുണ്ട്, ടേബിൾ മൗൾഡ് മെത്തേഡുണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത് സ്ലോപ്പ് മെത്തേഡായിരിക്കും അല്ലെങ്കിൽ സാൻഡ് മെത്തേഡായിരിക്കും. ഈ സ്ലോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ സ്ലോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് മൗൾഡ് ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ ഡസ് ബിഫോർ ക്ലേ ഈസ് ആഡ്. അതായത് ക്ലേ നമ്മൾ ആ മൗൾഡിലോട്ട് ആഡ് ചെയ്യും മുമ്പേ ആ മൗൾഡിനെ നമ്മൾ ആദ്യം വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ഇനി സാൻഡ് മെത്തേഡ് ആണെങ്കിൽ നമ്മളിങ്ങനെ വാട്ടറിൽ മുക്കത്തില്ല, കുറച്ച് സാൻഡിനെ എടുത്ത് സ്പ്രിങ്കിൾ ചെയ്തിട്ട്, അതായത് കുറച്ച് സാൻഡ് എടുത്തിട്ട് ആ മൗൾഡിനകത്ത് ഇങ്ങനെ വെതറി അങ്ങനെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ക്ലേ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് അവിടുത്തെ കാര്യം. ദെൻ അടുത്ത പ്രോസസ്സാണ് ഡ്രൈയിങ്. മൗൾഡ് ചെയ്ത ബ്രിക്കിന്, അല്ലെങ്കിൽ മൗൾഡിൽ ക്ലേ നമ്മൾ വെച്ചതിന് ശേഷം അതിന് ചെറിയൊരു നനവുണ്ടാവും. ഓക്കെ, അങ്ങനെ ആ നനവോടുകൂടി നമ്മൾ ബേണിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ അതിൽ പതിഞ്ഞിട്ട് ഷേപ്പ് ലോസ് സംഭവിക്കും. ഓക്കെ, അങ്ങനെ ആ ഷേപ്പ് ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഡ്രൈയിങ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് പ്രിവെൻറ്റ് ലോസ് ഓഫ് ഷേപ്പ് ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈയിങ് ചെയ്യുന്നത്. ഡ്രൈയിങ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ബേണിങ് ചെയ്യും. ഡ്രൈയിങ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ടൈപ്പ് ഓഫ് മോയ്സ്ചറാണ് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, അതിന് ഫ്രീ മോയ്സ്ചർ എന്ന് പറയും, ബൗണ്ട് മോയ്സ്ചർ എന്ന് പറയും. ആദ്യത്തെ ഫ്രീ മോയ്സ്ചർ, രണ്ടാമത് ബൗണ്ട് മോയ്സ്ചർ. ഇതിൽ ഈ ഫ്രീ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ അല്ലെങ്കിൽ ആ ക്ലേയുടെ വോയിഡ്സിൽ പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന മോയ്സ്ചറിനെയാണ് ഫ്രീ മോയ്സ്ചർ എന്ന് പറയുന്നത്. ഈ ഫ്രീ മോയ്സ്ചർ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ അത് എലിമിനേറ്റ് ആയി പോകും. മോയ്സ്ചർ പ്രസൻറ്റ് വിത്തിൻ ദ വോയിഡ്സ് എലിമിനേറ്റഡ് ബൈ ഡ്രൈയിങ്. ഓക്കെ, വോയിഡ്സിൽ പ്രസൻ്റ് ആയിരിക്കുന്ന മോയ്സ്ചർ നമ്മൾ ഡ്രൈയിങ് ചെയ്യുമ്പോൾ എലിമിനേറ്റ് ആയി പോകും. അങ്ങനെയുള്ള മോയ്സ്ചറിനെയാണ് ഫ്രീ മോയ്സ്ചർ എന്ന് പറയുന്നത്. ദെൻ ബൗണ്ട് മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ പ്രസൻറ്റ് എബവ് ദ മോളിക്കുലാർ സ്ട്രക്ചറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന മോയ്സ്ചറിനെയാണ് ബൗണ്ട് മോയ്സ്ചർ എന്ന് പറയുന്നത്. ഈ ബൗണ്ട് മോയ്സ്ചർ എലിമിനേറ്റ് ആയി പോകണമെങ്കിലാണ് നമ്മൾ ബേണിങ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 2 മെത്തേഡ് ഓഫ് ഡ്രൈയിങ് ഉണ്ട്. ഡ്രൈയിങ് 2 മെത്തേഡുണ്ട്. നാച്ചുറൽ ഡ്രൈയിങ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ഉണ്ട്. നാച്ചുറൽ ഡ്രൈയിങ് നമ്മൾ സൺലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന് 3 to 10 ഡേയ്സ് വരെ എടുക്കും. ദെൻ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആണെങ്കിൽ 1 to 3 ഡേയ്സ് ആയിരിക്കും എടുക്കുക. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലെസ് ദാൻ 120 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെ നമ്മൾ ബ്രിക്കിനെ നമ്മൾ ക്ലേനെ നമ്മൾ ഡ്രൈ ചെയ്തു. ദെൻ അടുത്ത പ്രോസസ്സാണ് ബേണിങ്. ബ്രിക്കിൻ്റെ ബേണിങ് ടെമ്പറേച്ചർ എത്രയാണ്? 350 to 1100 ഡിഗ്രി സെൽഷ്യസ്. അത് മറക്കരുത്, 350 to 1100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്രിക്കിൻ്റെ ബേണിങ് ടെമ്പറേച്ചർ. ഈ ബ്രിക്കിന് ബേൺ ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ക്ലാമ്പ് മെത്തേഡുണ്ട്, കിൽ മെത്തേഡുണ്ട്. ക്ലാമ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നാട്ടിൽ ചൂള എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഈ ക്ലാമ്പ് മെത്തേഡ്. അതായത് അതൊരു ടെമ്പററി സ്ട്രക്ചർ ആയിരിക്കും. അതിങ്ങനെ ഇതേപോലെ പ്രത്യേക രീതിയിലൊക്കെ അടുക്കി വെച്ചിട്ട് അവർ ഇതുവഴി ഇങ്ങനെ തീ കൊടുക്കും. അങ്ങനെയായിരിക്കും ആ ബ്രിക്ക് അവിടെ ബേണാവുന്നത്. ഓക്കെ, ദെൻ ഈ ക്ലാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബ്രിക്കിനെ അല്ലെങ്കിൽ ക്ലാമ്പ് ബേൺഡ് ബ്രിക്കിനെ പസബാഹ് എന്ന് പറയും. ഓക്കെ, ക്ലാമ്പ് ബേൺഡ് ബ്രിക്കിനെ പസബാഹ് എന്ന് പറയും. ഇത് ക്ലാമ്പ് എന്ന് പറയുന്നത് ടെമ്പററി സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ക്ലാമ്പ് ബേൺഡ് ബ്രിക്കിനെ പസബാഹ് എന്ന് പറയും. ഈ ക്ലാമ്പ് എന്ന് പറയുന്നത് ടെമ്പററി സ്ട്രക്ചറാണ്. ദെൻ കില്ലിൽ ബേൺ ചെയ്യുന്നതാണെങ്കിൽ ഫട്ട എന്ന് പറയും. ആ കില്ലെന്ന് പറയുന്നത് പെർമനൻറ്റ് സ്ട്രക്ചറാണ്. ഈ കില്ലിൽ നമ്മൾ ബേൺ ചെയ്യുന്ന ബ്രിക്കിനെ ഫട്ട എന്ന് പറയും. ഓക്കെ, അടുത്ത ടൈപ്സ് ഓഫ് കിന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഹാഫ് മാൻ കിൻ, ആദ്യത്തേത് ഹാഫ് മാൻ കിൻ അല്ലെങ്കിൽ ഫ്ലെയിം കിൻ എന്ന് പറയുന്നു. അത് വേൾഡ് വൈഡ് യൂസാണ്. ഓക്കെ, വേൾഡ് വൈഡ് യൂസാണ് ഹാഫ് മാൻ കിൻ. ഹൈ എഫിഷ്യൻസി ആയിരിക്കും അതിന്, ഓവർ ഗ്രൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും, ത്രൂ ഔട്ട് ദ ഇയർ അത് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നത് ഹാഫ് മാൻ കിൻ അല്ലെങ്കിൽ ഫ്ലെയിം കിന്നാണ്. ഹൈ എഫിഷ്യൻസി ആയിരിക്കും, ഈ കിന്നിന് ഹൈ എഫിഷ്യൻസി ആയിരിക്കും. ഈ കിന്ന് ഫുള്ള് ഓവർ ഗ്രൗണ്ട്സ് ആയിരിക്കും, ഗ്രൗണ്ടിന് മുകളിലോട്ടായിരിക്കും ഫുള്ള് സ്ട്രക്ചർ വരുന്നത്. ദെൻ ഇത് ത്രൂ ഔട്ട് ദ ഇയർ വർക്ക് ചെയ്യും. ഓക്കെ, ത്രൂ ഔട്ട് ദ ഇയർ ഈ കിന്ന് വർക്ക് ചെയ്യും. ദെൻ അടുത്ത ടൈപ്പാണ് ബുൾ സ്ട്രെഞ്ച് കിൻ. ബുൾ സ്ട്രെഞ്ച് കിന്നെ പ്രധാനമായിട്ടും ഇന്ത്യയിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് ബുൾ സ്ട്രെഞ്ച് കിന്ന്. ദെൻ ഈ കിന്നിലാണെങ്കിൽ കുറച്ച് പോർഷൻ ഗ്രൗണ്ടിന് മുകൾ ഭാഗത്തും കുറച്ച് പോർഷൻ ഗ്രൗണ്ടിന് താഴ്ഭാഗത്തായിരിക്കും. ഓക്കെ, പാർട്ട്ലി പ്രൊജക്റ്റഡ് എബവ് ഓർ പാർട്ട്ലി അണ്ടർ ഗ്രൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും ഈ ബുൾ സ്ട്രെഞ്ച് കിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ടണൽ കിൻ. ടണൽ കിൻ എന്ന് പറഞ്ഞാൽ ദ ബ്രിക്ക് ആർ പ്ലേസ്ഡ് ഓൺ ട്രോളീസ്. ഈ ബ്രിക്കിനെ ഒരു ട്രോളീസിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഈ ട്രോളീസ് ഒരു സ്പെസിഫിക് പാത്തിലൂടെ മൂവ് ചെയ്യും. ഓക്കെ, ഈ ട്രോളീസ് ഒരു സ്പെസിഫിക് പാത്തിലൂടെ മൂവ് ചെയ്യും. ആ പാത്തിനെ പറയുന്ന പേരാണ് ക്രീറ്റ് പൈപ്പ്.
ആ പാത്തിനെ പറയുന്ന പേരാണ് ക്രീറ്റ് വേ. അപ്പം ഈ ടണൽ കിൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രിക്ക് ഒരു ട്രോളീസിലൂടെ പ്ലേസ് ചെയ്യും. ഈ ട്രോളീസ് ഒരു സ്പെസിഫിക് പാത്തിലൂടെയായിരിക്കും മൂവ് ചെയ്യുന്നത്. ആ പാത്തിനെയാണ് ക്രീറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെരി ലാർജ് സ്കെയിൽ ഓഫ് ബേണിംഗ് നമുക്ക് ഈ ടണൽ കിൻ വഴി വെരി ലാർജ് സ്കെയിൽ ഓഫ് ബേണിംഗ് ടണൽ കിൻ വഴി നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് അത്രയാണ്. ഇപ്പോൾ മെയിൻ ഫീച്ചർ ഓഫ് ബ്രിക്ക് കഴിഞ്ഞു. ഓക്കെ, എന്തൊക്കെയാണ് പ്രോസസ്സ്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മൗൾഡിങ്, ഡ്രൈയിങ്, ബേണിങ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്കാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്കാണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത്. മെയിനായിട്ട് ബേണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ബേണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ബേൺഡ് ബ്രിക്ക് എന്നും അൺബേൺഡ് ബ്രിക്ക് എന്ന് പറയുന്നു. ബേൺഡ് ബ്രിക്കിൻ്റെ മറ്റൊരു പേരാണ് പക്ക. ഓക്കെ, അൺബേൺഡ് ബ്രിക്കിൻ്റെ മറ്റൊരു പേരാണ് കച്ച. ബേൺഡ് ആയിരിക്കുമ്പോൾ അത് പക്കയായിരിക്കും, അൺബേൺഡ് ആണെങ്കിൽ കച്ചയായിരിക്കും. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ബേൺഡ് ബ്രിക്ക് പക്ക, അൺബേൺഡ് ബ്രിക്ക് ആണെങ്കിൽ കച്ച. ഓക്കെ, ദെൻ ബേൺഡ് ബ്രിക്ക് ആണെങ്കിൽ ബേൺഡ് ബ്രിക്കിന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോന്നിൻ്റെയും കംപ്രസീവ് സ്ട്രെങ്തും വാട്ടർ അബ്സോർപ്ഷൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ബേൺഡ് ബ്രിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നു. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 14 Nm/mm² ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 14 Nm/mm² ആണ്. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആണ്. ഓക്കെ, നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ. കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 14 Nm/mm² ആണ്. വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആണ്. ഓക്കെ, ദെൻ ഇതിൽ നിന്നൊരു കാര്യം, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ആൻസർ 10.2 Nm/mm² ആണ്. ഓക്കെ, ഇതോട് ഓർത്ത് വെച്ചിരിക്കുക. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10.2 Nm/mm² ആണ്. ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 14 Nm/mm². ഓക്കെ, ദെൻ അടുത്തത് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് പഠിക്കണം. കംപ്രസീവ് സ്ട്രെങ്ത് വന്നിട്ട് 7 to 14 Nm/mm². ഓക്കെ, 7 to 14 Nm/mm² ആണ്. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 22% ആണ്. ഓക്കെ, സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 22%. ഓക്കെ, ദെൻ അടുത്ത തേർഡ് ക്ലാസ്സാണ്. തേർഡ് ക്ലാസ്സിൽ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് 3.5 to 7 Nm/mm². 3.5 to 7 Nm/mm² ആണ്. ഇവിടുത്തെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 25% ആണ്. ഓക്കെ, നോട്ട് ഗ്രേറ്റർ ദാൻ 25% ആണ് തേർഡ് ക്ലാസ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത്. ഇനി ദെൻ ഫോർത്ത് ക്ലാസ് ബ്രിക്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ നോക്കാനില്ല. ഫോർത്ത് ക്ലാസ് ബ്രിക്കിനെ ഓവർ ബേൺഡ് ബ്രിക്ക് എന്ന് പറയും. അതായത് നമ്മൾ കരിഞ്ഞു പോവുള്ളൂ ബ്രിക്ക് ലാസ്റ്റ്. ആ ഒരു ഓവർ ബേൺഡ് ബ്രിക്കിനെയാണ് ഫോർത്ത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഓവർ ബേൺഡ് ബ്രിക്കിനെ ജാമ എന്ന് പറയുന്നു. ഓക്കെ, ഓവർ ബേൺഡ് ബ്രിക്കിൻ്റെ മറ്റൊരു പേരാണ് ജാമ്പ അല്ലെങ്കിൽ ജമ്പ്. ഓക്കെ, ജമ്പ് ബ്രിക്ക് എന്നൊക്കെ ഓവർ ബേൺഡ് ബ്രിക്കിനെ പറയുന്നു. ഇത് പ്രധാനമായിട്ടും അഗ്രിഗേറ്റ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് അവിടെയുള്ളത്. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ബ്രിക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജ് ഇങ്ങനെ കർവ്ഡ് ആയിട്ടിരുന്നാൽ അതിനെ ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നു. 2 എഡ്ജ് കർവ്ഡ് ആയിരുന്നാൽ ഇവിടെ ഒരു എഡ്ജ് കർവ്ഡ് ആണ്, ഇവിടെ ഒരു എഡ്ജ് കർവ്ഡ് ആണ്. അങ്ങനെ വന്നാൽ കൗനോസ് ബ്രിക്ക് അല്ലെങ്കിൽ ഡബിൾ ബുൾനോസ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഡബിൾ ബുൾനോസ്. ഓക്കെ, 2 സൈഡും കർവ്ഡ് ആയ കൗനോസ് അല്ലെങ്കിൽ ഡബിൾ ബുൾനോസ് ബ്രിക്ക് എന്നൊക്കെ പറയുന്നു. ദെൻ അടുത്തത് ചാനൽ ബ്രിക്കാണ്. ഓക്കെ, ഇതാണ് ചാനൽ ബ്രിക്ക്. ഈ ചാനൽ ബ്രിക്ക് പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ്? ഡ്രെയിനേജിനൊക്കെയാണ് ചാനൽ ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ബ്രിക്കാണ് കർവ്ഡ് ബ്രിക്ക്. ഇതേപോലെ കർവ് ഷേപ്പിലിരിക്കും. ഓക്കെ, കർവ്ഡ് ബ്രിക്ക്. ഈ ബ്രിക്ക് നമ്മൾ മേസൺറി സ്ട്രക്ചർ, അതായത് പില്ലർ, ചിമ്മിനി, അവിടെയൊക്കെയാണ് ഈ കർവ്ഡ് ബ്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പഠിക്കാനുള്ളതാണ് ഹോളോ ബ്രിക്ക് അല്ലെങ്കിൽ കേവിറ്റി ബ്രിക്ക് അല്ലെങ്കിൽ സെല്ലുലാർ ബ്രിക്ക് എന്നൊക്കെ പറയാം. ഓക്കെ, ഹോളോ ബ്രിക്ക് അല്ലെങ്കിൽ കേവിറ്റി ബ്രിക്ക് അല്ലെങ്കിൽ സെല്ലുലാർ ബ്രിക്ക്. ഈ ബ്രിക്കിൻ്റെ വെയിറ്റ്, ഈ ഹോളോ ബ്രിക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/3 വെയിറ്റ് ഓഫ് ഓർഡിനറി ബ്രിക്ക് ഓഫ് സെയിം സൈസ്. അതായത് ഓർഡിനറി ബ്രിക്കിൻ്റെ സെയിം സൈസിൻ്റെ 1/3 പോർഷൻ ആയിരിക്കും ഹോളോ ബ്രിക്ക്. ഓക്കെ, അതായിരിക്കും ഹോളോ ബ്രിക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഹോളോ ബ്രിക്ക് റെഡ്യൂസ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്, സൗണ്ട്, ഡാമ്പിനെസ്. ഓക്കെ, ഹീറ്റ്, സൗണ്ട്, ഡാമ്പിനെസ് ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യും. അതായത് ഇതിൻ്റെയൊക്കെ ട്രാൻസ്മിഷൻ റെഡ്യൂസ് ചെയ്യും. ഇനി സൈസ് ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് ഹോളോ ബ്രിക്ക് എന്ന് പറയുന്നത്
40/20/20 സെൻറ്റിമീറ്റർ, 40/20/20 സെൻറ്റിമീറ്റർ ആണ് സിമൻറ്റ് കോൺക്രീറ്റ് ഹോളോ ബ്രിക്കിൻ്റെ സൈസ് വന്നിട്ട്. ഓക്കെ, ദെൻ അടുത്തൊരു ടൈപ്പാണ് പെർഫറേറ്റഡ് ബ്രിക്ക്. പെർഫറേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് 30 to 45% ഓഫ് ടോട്ടൽ ഏരിയയുടെ 30 to 45% ആയിരിക്കും പെർഫറേറ്റഡ് ഏരിയ. ഈ പെർഫറേറ്റഡ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർഷൻ എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 15% ആണ്. ഓക്കെ, പെർഫറേറ്റഡ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 15% ആണ്. ദെൻ ഇതിന് കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 7 Nm². ഓക്കെ, പെർഫറേറ്റഡ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 7 Nm² ആണ്. ദെൻ അടുത്തതാണ് ഫയർ ഓർ റിഫ്രാക്ടറി ബ്രിക്ക്. ഓക്കെ, ഫയർ ഓർ റിഫ്രാക്ടറി ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഫയർ അല്ലെങ്കിൽ റിഫ്രാക്ടറി ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രിക്കിൽ സിലിക്ക കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഈ സിലിക്ക കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചറിനെ ഇത് വിസ്റ്റാൻഡ് ചെയ്യും. ഹൈ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഫയർ ഓർ റിഫ്രാക്ടറി ബ്രിക്കിനുണ്ട്. ദെൻ ഇവിടെ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് പഠിക്കണം. കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 to 22 Nm/mm². ഫയർ ഓർ റിഫ്രാക്ടറി ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് 20 to 22 Nm² ആണ്. ഇവിടുത്തെ വാട്ടർ അബ്സോർഷൻ 5 to 10% ആണ്. ഓക്കെ, ഫയർ ഓർ റിഫ്രാക്ടറി ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർഷൻ വരുന്നത് 5 to 10% ആണ്. ഓക്കെ, അത്രയാണ് അവിടെ നമുക്കുള്ളത്. അടുത്തന്നെ ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർഷൻ ടെസ്റ്റ്. ഈ വാട്ടർ അബ്സോർഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ ബ്രിക്കിനെ നമ്മൾ 24 മണിക്കൂർ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത്, അതായത് മുക്കി വയ്ക്കും. ഓക്കെ, ദെൻ ഈ വാട്ടർ അബ്സോർഷൻ ഷുഡ് ബി, അതായത് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20%. ഓക്കെ, അതായത് ഈ 20% എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഡ്രൈ ബ്രിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ അബ്സോർഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20%. 20%-നേക്കാളും കൂടാൻ പാടില്ല. ദെൻ ഡ്രൈയിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബ്രിക്കിൻ്റെ ഡ്രൈയിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 105 to 115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 105 to 115 ഡിഗ്രി സെൽഷ്യസ് ആണ് ബ്രിക്കിൻ്റെ ഡ്രൈയിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് വാട്ടർ അബ്സോർഷൻ ടെസ്റ്റ് പഠിക്കാനുള്ളത്. ഈ സൈസ് ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ദെൻ 20% ഓർത്ത് വെച്ചിരിക്കുക. 24 മണിക്കൂറാണ് നമ്മൾ വാട്ടർ അബ്സോർഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്രിക്ക് നമ്മൾ എത്ര മണിക്കൂറാണ് വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത്? 24 മണിക്കൂറാണ് നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് കംപ്രസീവ് സ്ട്രെങ്തിൽ ക്ലാസ് 2 ടൈപ്സ് ഉണ്ട്. ക്ലാസ് എ ഉണ്ട്, ക്ലാസ് എ ഉണ്ട്. ക്ലാസ് എയിൽ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 14 Nm². ക്ലാസ് എയിൽ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 14 Nm² ആണ്. ക്ലാസ് എയിൽ വരുന്നത് 7 to 14 Nm². ഓക്കെ, ക്ലാസ് എയിൽ 7 to 14 Nm². ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് ആസ് പെർ IS 1077. അതായത് ഈ IS കോഡ് വെച്ചിട്ട് ബ്രിക്കിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 3.5 Nm² ആണ്. ഓക്കെ, 3.5 Nm² ആണ്. ഓക്കെ, ദെൻ അടുത്ത ബ്രിക്കിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മൾ നമ്മുടെ ഫിംഗറിലോ നെയിൽ വെച്ചിട്ട് ബ്രിക്കിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇംപ്രഷനൊന്നും ഇല്ല എങ്കിൽ ആ ബ്രിക്ക് സഫിഷ്യൻ്റ്ലി ഹാർഡാണ്. ഓക്കെ, എ സ്ക്രാച്ച് ഈസ് മെയ്ഡ് വിത്ത് ദ ഫിംഗർ നെയിൽ ഓൺ ദ സർഫേസ് ഓഫ് ബ്രിക്ക്. ഇഫ് ദെയർ ഈസ് നോ ഇംപ്രഷൻ ദ ബ്രിക്ക് ഈസ് സഫിഷ്യൻ്റ്ലി ഹാർഡ്. ഓക്കെ, നമ്മൾ നഖം വെച്ച് ഇങ്ങനെ ബ്രിക്കിൽ ഉരയ്ക്കുമ്പോൾ ഇംപ്രഷനൊന്നും ഇല്ല എങ്കിൽ അത് സഫിഷ്യൻ്റ്ലി ഹാർഡാണ്. അത്രയാണ് ഹാർഡ്നെസ് ടെസ്റ്റിൽ. ദെൻ പ്രസൻസ് ഓഫ് സോല്യുബിൾ സാൾട്ടിൽ ഇതിൽ നമ്മൾ ബ്രിക്കിന് നമ്മൾ 24 hours വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെക്കും. ദെൻ ആ 24 മണിക്കൂർ നമ്മൾ 25 mm ഡെപ്തിലാണ് നമ്മൾ ഇമേഴ്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ദ ബ്രിക്ക് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours. ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ ഓഫ് ബ്രിക്ക് ഇൻ വാട്ടർ 25 mm ആണ്. അതായത് 25 mm ഡെപ്ത് അതായത് ബ്രിക്കിൻ്റെ 25 mm ഡെപ്ത് മാത്രമേ നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കത്തുള്ളൂ. ഓക്കെ, ദ ബ്രിക്ക് ഈസ് ദെൻ ഇവാപ്പറേറ്റ് ആയതിനു ശേഷം അവിടെ നമുക്കൊരു ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് പാച്ചസ് പ്രസൻ്റ് ആവുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് സോല്യുബിൾ സാൾട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവാപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബ്രിക്ക് ദെൻ ഇവാപ്പറേറ്റഡ്, ദെൻ അടുത്ത് അവിടെ നമുക്കൊരു ഗ്രേ ഓർ വൈറ്റ് പാച്ചസ് ഫോം ചെയ്യുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് സോല്യുബിൾ സാൾട്ട് എന്നാണ് മീനിങ് അവിടെ. ഓക്കെ, ദെൻ അടുത്തതാണ് സൈസ് ടെസ്റ്റിൽ ലെങ്ത് ടെസ്റ്റുണ്ട്, ബ്രെഡ്ത്ത് ടെസ്റ്റുണ്ട്. ഓക്കെ, സൈസ് ടെസ്റ്റിൽ ലെങ്ത് ടെസ്റ്റുണ്ട്, ബ്രെഡ്ത്ത് ടെസ്റ്റുണ്ട്. ലെങ്ത് ടെസ്റ്റിൽ നമ്മൾ 20 ബ്രിക്കിനെ നമ്മൾ ലെങ്ത് ബേസിൽ
അടുക്കി വയ്ക്കും. ലെങ്ത് വൈസിൽ അടുക്കി വയ്ക്കുമ്പോൾ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ അടുക്കി വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് 3800 ± 120 mm. ഓക്കെ, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3800 ± 120 mm, അല്ലെങ്കിൽ ഈ 120 mm എന്ന് പറയുന്നത് ചിലയിടത്ത് അതായത് 80 mm എന്ന് കാണാറുണ്ട്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 3800 ± 120 mm അല്ലെങ്കിൽ 3800 ± 80 mm. ഓക്കെ, അടുത്ത ബ്രെഡ്ത്ത് ടെസ്റ്റ് നമ്മൾ അതേപോലെ തന്നെയാണ്. 20 ബ്രിക്കിനെ നമ്മൾ ബ്രെഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ അടുക്കി വയ്ക്കും. ഓക്കെ, ദെൻ അപ്പോഴുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1800 ± 60 mm. ഓക്കെ, 1800 ± 60 mm അല്ലെങ്കിൽ 1800 ± 40 mm. ഓക്കെ, ഈ 2 വാല്യൂസ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രിക്ക് എന്ന ടോപ്പിക്കിലുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും. അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.